ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനൊരു സാക്ഷ്യം പറയാനാണ് വന്നത് കേട്ടോ. എന്താണ് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തി. പക്ഷെ ഓവറിൽ സിസ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രയാസമായിരുന്നു. പിന്നെ പീരിയഡ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഇവിടെ നമ്മുടെ അടുത്ത് ഒരു പള്ളിയുണ്ട്, ചർച്ചുണ്ട്, മാതാവിൻ്റെ ചർച്ച്. അവിടെ പോയി സ്ഥിരം പ്രാർത്ഥന തുടങ്ങി. അപ്പം അങ്ങനെ ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞുള്ള ഒരു ഇതിലാണ് ഞാൻ പോയത്. അവിടെ കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് കൊല്ലത്ത് തന്നെയാണ്. അങ്ങനെ പോയി കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഡിസംബറിലാണ് അവിടെ പെരുന്നാൾ വരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പോയി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കവിടെ നേർച്ചയുണ്ട്, ഉപ്പ് നേർച്ചയുണ്ട്, അങ്ങനെ തൊട്ടിയും കയറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നേർച്ചകളെല്ലാം നമ്മൾ നേർന്നിട്ട് ഇതത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, സന്തോഷമായിരുന്നു. അവിടെ നേർച്ച പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡും പോയി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞാൻ ഗർഭിണിയായി. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 5-ാം മാസമായപ്പം കുഞ്ഞിന് ചെറിയൊരു പ്രശ്നം. ഇത് ഗർഭാവസ്ഥയിൽ തന്നെ 3-ാം മാസത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. രാത്രിയിൽ കിടന്നപ്പോൾ നന്നായിട്ട് ഞാൻ ജപമാലയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസകഷ്ണം അടർന്ന് മാറിപ്പോകുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും വരരുതേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 5-ാം മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചിന് മുച്ചിറിയും മുറിനാക്കുമാണ്. ഇത് വളരെ ഒരു ഷോക്കായിരുന്നു. ആദ്യത്തെ കുഞ്ഞാണ്, പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. മുച്ചിറിയും മുറിനാക്കും ആയിപ്പോയി കുഞ്ഞിന്. പിന്നെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. അവൾക്ക് ഇപ്പം യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ സർജറിയൊക്കെ ചെയ്ത് നല്ല ഇതായിട്ടിരുന്നു. മാതാവ് ഇന്നും അത് ഒരു കെയറിങ് തരുന്ന ഒരു ഇതിലേക്ക് ഞാനിങ്ങനെ ഒരു ഇത് കണ്ടു. കാര്യം ഇതെനിക്ക് മുൻകൂട്ടി സ്വപ്നത്തിൽ കാണിച്ചു തന്നാണ്. അത് ക്യൂർ ആവില്ല എന്ന് തന്നെ മാതാവ് അത് കാണിച്ചു തന്നായിരുന്നു. ഇതായിരിക്കും അത് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിന് ഇതൊരു കുറവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഏറ്റവും നന്നായി നോക്കാൻ കഴിയുന്ന കൈകളിലാണ് മാതാവ് കുഞ്ഞിനെ കൊടുക്കുകയുള്ളൂ. അപ്പം ഇവളെ ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത് ലോകത്തിൽ ഞാനായിരിക്കും. അതുകൊണ്ടാണ് മാതാവ് എനിക്ക് കുഞ്ഞിനെ തന്നതെന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഭയങ്കര ബുദ്ധിയാണ്, നന്നായിട്ട് പഠിക്കും. ഒരു കാര്യം ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി, എല്ലാം അറിയും, സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല സ്നേഹമുണ്ട്. പ്രാർത്ഥിക്കുമ്പം മാതാവിനോടും കർത്താവിനോടും അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു മോളാണ് അവള്. എല്ലാം അവളുടെ 2 സർജറികൾ ഉണ്ടായിരുന്നു അവൾക്ക്. ഈ 2 സർജറികളും അവൾ സർവൈവ് ചെയ്തത് ഞങ്ങളെയും ഡോക്ടറെയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാര്യം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവൾ നേരിട്ട രീതിയാണ് ഞങ്ങൾക്ക്. അതായത് ഒരു കരച്ചിലില്ല, ഒരു ബഹളമില്ല. അവളൊരു നോർമൽ ലൈഫ് നയിക്കുന്നത് പോലെ തന്നെ. തലേ ദിവസം സർജറി കഴിഞ്ഞു, പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റുന്നു. ആ റൂമിലേക്ക് മാറ്റിയ ദിവസം അവൾ ഓടി നടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എനിക്ക് ഇന്നും അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒത്തിരി നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് മാതാവ് എനിക്ക് നല്ലൊരു കുഞ്ഞിനെയും തന്നു, നല്ലൊരു ജീവിതം എനിക്ക് തന്നു. ഇതിലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാര്യം ഇത് നിങ്ങളോടൊക്കെ ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്കിങ്ങനെ പല വട്ടമായിട്ട് എനിക്ക് സ്വപ്നത്തിൽ കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. ഈയിടെയായിട്ട് ഇപ്പം അതേപോലെ തന്നെ ഞാനിപ്പം ഓവറിയിലൊരു സിസ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഈ സിസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് നാളായിട്ട് എനിക്ക് വേറെ വയറ്റിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാൻ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാൻ ചെയ്ത് നോക്കുന്നതിന് എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ ആദ്യം ഡെലിവറിക്ക് ശേഷം ഒന്ന് സ്കാൻ ചെയ്തതേ ഉള്ളൂ. പിന്നീട് സ്കാൻ ചെയ്തില്ല. എനിക്ക് ബ്ലഡിൻ്റെ ഒരു സ്പോട്ട് പോലെ കണ്ടു. എനിക്കങ്ങ് ഭയങ്കര പേടിയായിപ്പോയി. ഫോളോ അപ്പ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണമല്ലോ. ഈ പേടി കാരണം എനിക്ക് രാത്രി ഉറങ്ങിയില്ല. ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുൻപ് ഇതുപോലെ ഞാൻ രാത്രിയിൽ ഇതുപോലെ കിടന്നപ്പം കർത്താവിനെ സ്വപ്നം കണ്ടു. അതായത് കർത്താവിൻ്റെ തിരുഹൃദയമുള്ള രൂപമാണ് ഞാൻ സ്വപ്നം കണ്ടത്. കാര്യം നീ പേടിക്കണ്ട, നിൻ്റെ സംരക്ഷണത്തിന് ഞാനുണ്ടെന്നുള്ള ഒരു രീതിയാണ് ആ ഒരു ഫോട്ടോയുടെ അർത്ഥം. അങ്ങനെ ടെസ്റ്റ് ചെയ്തു, എനിക്ക് യാതൊരു കുഴപ്പമില്ല.
ഇങ്ങനെ 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 ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിൽ ദൈവം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ വഴി അറിയിക്കാം.